പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നൈജീരിയൻ എഴുത്തുകാരനായിട്ടുള്ള ചിഗോസി ഒബ്യാമ, അദ്ദേഹത്തിൻ്റെ അൻ ഓർക്കസ്ട്ര ഓഫ് മൈനോറിറ്റീസ്, നിസ്സാരന്മാരുടെ ഒരു വാദ്യസംഘം, ഈ നോവലെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രം ചിനോൺസോ ഒലിസ എന്ന ഒരു കോഴി വിൽപ്പനക്കാരൻ. അദ്ദേഹം എല്ലാ വീടുകളിലും കയറിയിറങ്ങി കോഴി വിൽക്കുന്ന ഒരു തൊഴിലാണ് പുള്ളി അദ്ദേഹത്തിന്. ഒരു ദിവസം കോഴിയുമായിട്ട് പോകുമ്പോൾ ഒരു പാലം കടക്കേണ്ടിയിരുന്നു. പാലത്തിൽ കയറിയപ്പോൾ ഒരു പെൺകുട്ടി, സുന്ദരിയായ ഒരു പെൺകുട്ടി ആ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എടുത്ത് ചാടാൻ ഒരുമ്പെടുകയാണ്. അയാളെന്ത് ചെയ്തു? തൻ്റെ ഏറ്റവും നല്ല 2 കോഴികളെ ആ വെള്ളത്തിലേക്ക് എടുത്തിടുകയാണ്. കോഴികൾ വെള്ളത്തിൽ വീണപ്പോൾ മരണവെപ്രാളം കൊണ്ട് ആ കോഴികളുടെ ഭീകരത്വം കണ്ട് അവൾ തൻ്റെ ഉദ്യമത്തിൽ നിന്ന് ഒഴിവാകുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒലിസയെ കാണുകയാണ്. ഒലിസയെ കണ്ടു. ഒലിസ സുസ്മരവദനായി നിൽക്കുമ്പോൾ ഒലിസയെ കണ്ട് ദാലിയ എന്ന പെൺകുട്ടി പ്രണയിക്കുകയാണ്. എന്നാൽ ദാലിയുടെ അച്ഛനമ്മമാർ ഈ പ്രണയത്തെ അനുകൂലിച്ചു. അവർ പറഞ്ഞത് ഒലിസയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി ഒരു ഇടനിലക്കാരൻ്റെ സഹായത്തോടുകൂടി ഒലിസ തൻ്റെ കോഴി ഫാം വിൽക്കുകയാണ്. കോഴി ഫാം വിറ്റ് അതിൻ്റെ പണമായിട്ട് ഈ ഇടനിലക്കാരായിട്ട് സൈപ്രസിലേക്ക് പോവുകയാണ്. സൈപ്രസിൽ ചെന്നപ്പോഴാണ് താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് അറിയുന്നതും ഇടനിലക്കാരൻ തന്നെ പണം അപഹരിച്ചുകൊണ്ട് കടന്നു പോവുകയും തന്നെ അയാൾ ജയിലടക്കപ്പെടുകയും ചെയ്യുകയാണ്. ഒലിസ ജയിൽവാസം കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ തൻ്റെ ദാലി വേറൊരു പുരുഷനെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ്. അവൻ കോപാക്രാന്തനായി ഓടിച്ചെല്ലുകയാണ്. അവളുടെ വീട്ടിൽ അവളില്ല എന്ന് കരുതി ആ വീടിന് തീ വയ്ക്കുകയാണ്. ആ തീയിൽ പക്ഷേ ദാലി അവിടെ ഉണ്ടായിരുന്നു. അവൾ തീയിൽ വെന്തു മരിക്കുകയാണ്. ഇത് അറിഞ്ഞപ്പോൾ ഒലിസ ഒരു ഭ്രാന്തനെ പോലെ ഓടുകയാണ്. ഇവിടെ ചിഗോസിയുടെ വംശത്തിലെ അവരുടെ ഒരു മിത്തോളജി പ്രകാരം ചി എന്ന ഒരു മാലാഖയുണ്ട്. അദ്ദേഹത്തിൻ്റെ കടമയെന്ന് പറയുന്നത് ചുക്കു എന്ന ദൈവത്തോട് ജനങ്ങളെ അടുപ്പിക്കുന്ന ഒരു കടമയാണ് ചി എന്ന കാവൽ മാലാഖയ്ക്ക്. ഈ ചി കഥ പറയുന്ന രീതിയിലാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എഴുത്തിലെല്ലാം ഈ കറുത്തവർഗക്കാരുടെ അവർക്ക് കിട്ടുന്ന ഔദാര്യങ്ങളെല്ലാം പുറം ലോകത്തുള്ളവരുടെ ഔദാര്യം കൊണ്ടാണെന്നും കറുത്തവർഗക്കാരൻ്റെ സ്വത്വം നഷ്ടപ്പെടുമ്പോൾ അവനുണ്ടാവുന്ന ഉത്കണ്ഠയും അതോടൊപ്പം തന്നെ ഭ്രാന്തമായ ജീവിതവും എടുത്തു കാണിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രചനയിൽ. ഇതാണ് ചിഗോസി ഒബ്യാമയുടെ അൻ ഓർക്കസ്ട്ര ഓഫ് മൈനോറിറ്റീസ്. നന്ദി.